ലുല്ലു ഈ കണ്ട പോലെ ഇവൻ്റെ കാര്യം പറയാൻ വയ്യട്ടോ. നോമ്പിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും ഓൻ്റെ പ്രിപ്പറേഷൻസും തുടങ്ങും. അതായത് കഴിക്കേ ഇരിക്കേ പണിയെടുക്കേ അലമ്പാക്കുക ഒക്കെയാണ് ഓൻ്റെ പരിപാടി. അപ്പോൾ ഈ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ റോളിലേക്കുള്ളതാട്ടോ. ചിക്കനല്ല ബീഫാണ്. അപ്പോൾ റോളിന് ചെറിയൊരു വ്യത്യാസം, ബീഫ് റോളാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ആട്ടോ. ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, മൈദയൊക്കെ സെറ്റാക്കി, അങ്ങനെ നമ്മളെ കൊഴുക്കട്ടയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ നമ്മൾ ദോശയ്ക്കുള്ള പരിപാടി. അങ്ങനെ ദോശ ചുടുന്നുണ്ട് കേട്ടോ. ചുട്ട ഉടനെ കുറച്ചൊന്ന് ശ്രദ്ധ മാറിയപ്പോൾ ദാ ഇങ്ങനായി. ഇത്രയും ആവണ്ട കേട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല, റോൾ സെറ്റാവുന്നുണ്ട് കേട്ടോ. അതന്നെ വലിയ ഭാഗ്യം. അങ്ങനെയൊക്കെ ആണല്ലോ പരിപാടീൻ്റെ ഇടയിൽ. അപ്പോൾ ഞാനിതിവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ ഓട്ടട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമുക്കിന്ന് വലിയ കടി ഓട്ടടയാണ്. ഞങ്ങൾ നോമ്പ് ഇത്രയായിട്ട് ഇന്നാട്ടോ ഓട്ടട ഉണ്ടാക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ആയതുകൊണ്ട് ഓട്ടട കഴിക്കാൻ നല്ല കൊതിയാട്ടോ. അപ്പോൾ തിരിച്ചു വരാം. അങ്ങനെ വീണ്ടും നമ്മൾ റോളിലേക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാ റോളും സെറ്റായി. ഇനി നമുക്ക് പൊരിക്കാനുള്ള പരിപാടി നോക്കണം. ഏകദേശം എല്ലാം ആയി കേട്ടോ. അപ്പോൾ ടേബിളിലേക്കെല്ലാം സെറ്റായി. അങ്ങനെ നമുക്ക് നോമ്പ് തുറക്കാൻ 2 അതിഥികളും ഉണ്ട് കേട്ടോ. വേറെ ആരുമല്ല, 27ാം നോമ്പായതുകൊണ്ട് തന്നെ നമ്മളെ ബിന്ദു ചേച്ചിയും അതേപോലെ ശോഭ ചേച്ചിയും നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. അവരുണ്ടായിരുന്നു തുറക്കാൻ. അങ്ങനെ ജ്യൂസും മുന്തിരി ജ്യൂസും അതേപോലെ ഇളനീര് ജ്യൂസും ആയിരുന്നു കേട്ടോ. ഒക്കെ സെറ്റായി ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്നു കേട്ടോ. റാഹത്തായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.